ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കേക്കാണ്. ലോട്ടസ് ബിസ്കോഫ് കേക്കാണ്. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഈ ഒരു കേക്കിനെ കടത്തി വെട്ടാൻ വേറൊരു കേക്കിനും അത്ര പെട്ടെന്ന് കഴിയില്ല. അതുമാത്രമല്ല, ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കേക്കാണ്. അതിപ്പോൾ കോസ്റ്റ്ലി ആവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രെഡ് വളരെയധികം കോസ്റ്റ്ലി ആണ്. എന്നാൽ ഈ ഒരു സ്പ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം വളരെ കുറഞ്ഞ ചെലവിൽ. അതിന്റെ റെസിപ്പി ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. എന്നാൽ ഇന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സ്പ്രെഡും ലോട്ടസ് ബിസ്കോഫിന്റെ ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം, നമ്മുടെ ജൂൺ മാസത്തെ ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യണ്ടേ? പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ജൂൺ മാസത്തിൽ വന്നിട്ടുള്ള മൊത്തം മെയിലുകളുടെ എണ്ണം 3851 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്യാം. 3851 സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് വിന്നർ 896 ആണ്. 896 ആരാന്ന് നോക്കാം. 896 മെഹറു സുൽത്താന @gmail.com. കൺഗ്രാജുലേഷൻ മെഹറു സുൽത്താന. ഫസ്റ്റ് വിന്നറാണ് മെഹറു സുൽത്താന. അപ്പോൾ നമുക്ക് സെക്കൻഡ് വിന്നറിനെ സെലക്ട് ചെയ്യാം. 3851 സ്റ്റാർട്ട്. നമ്മുടെ സെക്കൻഡ് വിന്നറാണ് 2724 ആരാ നോക്കാം. അക്ഷയ ജയപ്രകാശ്. അക്ഷയ ജയ 1993 @gmail.com. കൺഗ്രാജുലേഷൻ അക്ഷയ ജയപ്രകാശ്. അപ്പോൾ വിന്നേഴ്സിനെ തന്നിരിക്കുന്ന മെയിൽ ഐഡിയിലേക്ക് അറിയിക്കുന്നതാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം എന്താണെന്ന് അറിയിച്ചാൽ അത് നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. അപ്പോൾ അടുത്ത മാസത്തേക്കുള്ള ഗിവ് അവേക്കുള്ള മെയിലുകളൊക്കെ പെട്ടെന്ന് തന്നെ അയച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ ഗിവ് അവയെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ഈ ഒരു ലോട്ടസ് ബിസ്കോഫ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 4 ലോട്ടസ് ബിസ്കോഫിന്റെ ബിസ്ക്കറ്റ് വേണം. ഇതാണ് കേട്ടോ ലോട്ടസ് ബിസ്കോഫിന്റെ ബിസ്ക്കറ്റ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കൊരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ലോട്ടസ് ബിസ്കോഫിന്റെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പ്. എല്ലാം കൂടെ നമുക്കൊരു 3 പ്രാവശ്യം അരിച്ചെടുത്തങ്ങ് മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സായി വരാനാണ്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 3 മുട്ട പൊടിച്ച് വെച്ച് കൊടുക്കുകയാണെ. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ബീറ്റർ ഇല്ലാതെ മിക്സിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആക്കി എടുക്കാം. നമുക്കതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതോടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ എടുക്കുന്നത് ലോട്ടസ് ബിസ്കോഫിന്റെ സ്പ്രെഡാണ്. ഈ ക്രഞ്ചി സ്പ്രെഡ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ലോട്ടസ് ബിസ്കോഫിന്റെ കേക്കിന്. ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സ്പ്രെഡാണ്. 380 ഗ്രാം ആണ്. അതിന് 600ന്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. ഈ ഒരു സ്പ്രെഡ് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം കുറഞ്ഞ ചെലവിൽ. ക്രഞ്ചി അല്ല, നോർമൽ സ്മൂത്ത് ആയിട്ടുള്ള സ്പ്രെഡില്ലേ അത്. അപ്പോൾ അതിന്റെ വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഈ സ്പ്രെഡ് 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ല തിളച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരും. അത് അവിടെ ഇരിക്കട്ടെ. ആ ചൂടൊന്ന് കുറഞ്ഞു വരട്ടെ. നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാലും ലോട്ടസ് ബിസ്കോഫും കൂടെ മിക്സ് ചെയ്തില്ലേ, അതൊന്ന് തണുത്തിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതോടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അത് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഓയിൽ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുത്താണ്. സാധാരണ ഒരു അലുമിനിയം പാത്രമാണ്. അതിലൊരു റിങ്ങും ഇറക്കി വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്നും നോക്കരുത്. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല ഭംഗിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഒന്നും പറ്റി പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ചതായാലും ശരി, ഉണ്ടാക്കിയ ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് എടുത്തിരുന്നാലും മതി. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് നല്ല തിളച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ആ ചൂടോടെ തന്നെ ഇളക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് മിക്സായി വന്നോളൂ. ഇനി അതിലേക്ക് നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ നല്ല റിച്ച് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു സിറപ്പൊക്കെ വെച്ച് സോക്ക് ചെയ്തിട്ടുള്ള കേക്ക് കഴിക്കാനായിട്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിരുന്നാലും മതി. എന്നാലും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. നമുക്കൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് വിപ്പ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വിസ്ക് വെച്ച് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്റർ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് വിപ്പായി വന്നിട്ടുണ്ട്. നമ്മളെടുത്ത് തിരിച്ച് വെച്ച് നോക്കുന്ന സമയത്ത് താഴോട്ട് വീണ് പോകരുത്, അത്രയും സ്റ്റിഫായിട്ടിരിക്കണം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ലോട്ടസ് ബിസ്കോഫിന്റെ സ്പ്രെഡാണ് എടുക്കുന്നത്. ഇത് ഒരു ക്രഞ്ചി സ്പ്രെഡാണ്. ഇതാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ക്രഞ്ചിനെസ് ഉള്ളത് എടുത്തത്. നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ക്രഞ്ചിനെസ് ഇല്ലാത്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലോട്ടസ് ബിസ്കോഫ് സ്പ്രെഡാണ്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ അത് എടുത്തിരുന്നാലും മതി. ഇനി ഇത് നമുക്കൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം. ഒരു 30 സെക്കൻഡ് മൈക്രോവേവിൽ വെച്ചിരുന്നാൽ മതി. ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളത്തിൽ ഈ പാത്രം ഇറക്കി വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ആ ചൂട് കൊണ്ട് മെൽറ്റായിട്ട് വരും. ഇത് ഡയറക്റ്റ് അടുപ്പിൽ വെക്കരുത്. ഇത് കണ്ടത് ഇപ്പം നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത് മതി. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഡിമോൾട്ട് ചെയ്തെടുക്കാം. അടിപൊളി കേക്കാട്ടോ. ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റാണ് കേക്ക്. ഇനി നമുക്കിത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് 3 പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് വെച്ചൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ഈ സിറപ്പ് ഒഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് നോക്കരുത് കേട്ടോ. നമുക്ക് ഒഴിക്കാൻ കിട്ടില്ല, മുഴുവൻ നമ്മുടെ വയറ്റിൽ പോയിപ്പോവും. അത്ര ടേസ്റ്റാണ് ഈ സിറപ്പ്. അതിൻ്റെ 3/4 ഭാഗത്തോളം ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. ആ കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും കുറച്ചും കൂടി ഒന്ന് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം വെച്ചാൽ അത് കുറച്ചും കൂടി ഒന്ന് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മളെ ക്രീം ഒന്ന് ആക്കി കൊടുക്കാം. ക്രീമിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് മിക്സ് ആക്കിയിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രെഡില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച് പെട്ടെന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ലെയർ വെക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ആദ്യം ഒഴിച്ച ഭാഗം തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് സോക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. ക്രീമാക്കി കൊടുക്കാം. ഇനി ബാക്കിയുള്ള സ്പ്രെഡ് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ അത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏറ്റവും ടോപ്പിൽ ഉള്ള ലെയറും തിരിച്ചാണ് വെച്ച് കൊടുത്തത്. എന്നിട്ട് ഇത് ആ സിറപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ക്രീമാക്കി കൊടുക്കാം. എല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സൈഡിലും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സൈഡൊന്ന് സ്ക്രേപ്പർ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലത്തെ സിക്സാക്കിലെ ഷേപ്പിലുള്ള സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് സൈഡൊന്ന് ഷേപ്പാക്കാം. അപ്പോൾ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലേക്ക് ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡാണ് എടുക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ സ്പ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ പോലെ തന്നെ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഓവനിൽ ഒരു മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിരുന്നാലും മതി ഈ ബൗള്. ഇപ്പം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അത് ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോഴത്തേക്കും ആ തണുപ്പ് കൊണ്ട് ഇത് പെട്ടെന്ന് തിക്കായിട്ട് വന്നോളും. അതുകൊണ്ടാണ് കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് കേക്ക് എടുത്താണ് ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് അങ്ങ് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പാലറ്റ് നൈഫോ സ്പൂണോ വെച്ച് പതുക്കെ എല്ലായിടത്തോട്ടും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ക്രീം ആയിട്ട് മിക്സ് ആയി പോകരുത്. ഇപ്പോൾ തണുത്തിരിക്കുന്ന കേക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ ലെയറിലൊക്കെ ചെയ്തപ്പോൾ മിക്സ് ആയി പോയില്ലേ, അതുപോലെ മിക്സ് ആയിപ്പോവും. പക്ഷേ ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങ് എഡ്ജ് വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒലിച്ചൊന്നും പോകുന്നില്ല. ഇപ്പോൾ സൈഡിലേക്ക് ഡ്രിപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിപ്പം നോർമൽ ബിസ്കോഫ് സ്പ്രെഡ് ആണെന്നുണ്ടെങ്കിൽ ഡ്രിപ്പ് ചെയ്യാം. പക്ഷെ ഇത് ഡ്രിപ്പ് ചെയ്യണ്ട കേട്ടോ. ഇത് ഡ്രിപ്പ് ചെയ്താൽ ശരിയാവില്ല. ആ എഡ്ജിലായിട്ട് ക്രീം കൊണ്ട് തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ വട്ടത്തിലുള്ള നോസിൽ വേണമെങ്കിൽ ഇടാം. അപ്പം അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മതി. ഇനി നമുക്ക് സൈഡിലായിട്ട് ഒരു 4 ലോട്ടസ് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അടിയിലായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. സൈഡിലും വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 2 ലോട്ടസ് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ബിസ്കോഫിൻ്റെ കേക്കാണെന്ന് അറിയണ്ടേ. അത് 2 ടോഫിയും കൂടെ വെച്ചെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ, ആർക്കും ചെയ്യാം. ഇതിപ്പം 1 കിലോ വരുന്ന കേക്കാണ്. കറക്റ്റ് 1 കിലോ അല്ല, ഒരു 1.25 കിലോ ഒക്കെ വരും.
പിന്നെ ഒരു കേക്കിന്റെ റേറ്റ് വരുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു 1600 രൂപയാണ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സ്പ്രെഡ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഈ വാങ്ങിച്ചിട്ടുള്ള സ്പ്രെഡും ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ട് തന്നെ ചെയ്തത്. പക്ഷേ കസ്റ്റമേഴ്സിനോട് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ സ്പ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അത് മതി, അതിന് കുറഞ്ഞ റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ ചെയ്യുകയും ചെയ്യാം, കുറഞ്ഞ റേറ്റിൽ കസ്റ്റമേഴ്സിന് വാങ്ങാനും പറ്റും. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യാം കേക്ക്. ഭയങ്കര ടെംപ്റ്റേഷനാണ്, ഇതിൻ്റെ മണം അടിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന കേക്കാണ്. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് കാണുമ്പോൾ തന്നെ അറിയാം ബിസ്കോഫിൻ്റെ സിറപ്പിൽ അങ്ങ് കുതിർന്നിരിക്കുകയാണ്. എടുത്തിട്ടുണ്ട്, കഴിക്കട്ടെ. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. കേക്ക് വായിലിടുമ്പോൾ തന്നെ അങ്ങോട്ട് അലിഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ആ ക്രീമും അതിൻ്റെ ഇടയിൽ കൂടി ആ ഒരു ക്രഞ്ചിനെസ് ഉള്ള ഒരു സ്പ്രെഡും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്കും ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാനായിട്ട് തോന്നും. മടുപ്പൊന്നും തോന്നില്ല കേട്ടോ. മധുരമൊക്കെ പാകമാണ്. ശരിക്കും വായിലിട്ടാൽ അങ്ങ് അലിഞ്ഞു പോകുന്നുണ്ട്, ലിറ്ററലി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ആ ഒരു ക്രഞ്ചിനെസ് ഇടയ്ക്ക് വരുമ്പോൾ അത് ഒരു അമേസിങ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സെയിൽ ചെയ്യാനായിട്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ എന്ന് പറയാൻ പറ്റില്ല, കാരണം അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡ്, ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ് ആയിട്ടുള്ള സ്പ്രെഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഉടനെ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.